നിങ്ങൾ ഒരുപാട് സംരക്ഷണം കൊടുക്കരുത്. കുട്ടികളെ കൊന്നിട്ട് തിരിച്ചു നോക്കാത്തവന്മാരെ അവിടെ നിങ്ങൾ മാറി. നിങ്ങളിവിടെ നമ്മൾ നിയന്ത്രിക്കാൻ വരണ്ട. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ പോലീസിൽ നേരത്തെ എവിടെ ആളുകളെ എത്തിച്ചിരുന്നു, അതിൽ അജിതയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. മറ്റു രണ്ടുപേർ ഇത് മറച്ചുവെച്ചു എന്നതാണ് അവർക്കെതിരെയുള്ള കുറ്റവും. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ദിവിഷ്, ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. 3 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. 3 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് 2 ഇടത്ത് മുറിവുണ്ടെന്നാണ്. ജനനേന്ദ്രിയത്തിലും അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിറകുവശത്തും മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസുമായൊക്കെയായി ബന്ധപ്പെടുമ്പോൾ പ്രാഥമികമായ ഒരു പരിശോധനയൊക്കെ നടത്തുമ്പോൾ പോലീസിന് അത്തരത്തിലുള്ള വിവരമാണ് ഡോക്ടർമാരുടെയൊക്കെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. ഒപ്പം ഈ അജിതയാണ് ഈ കുട്ടിയെ മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും പ്രാഥമികമായി ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു 2 പേരും ഈ കാര്യം അറിയുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം പോക്സോ വകുപ്പുകളും അതോടൊപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും ആണ് ഈ 3 പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് തന്നെ കോടതിയിൽ ഈ 3 പ്രതികളെയും ഹാജരാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും നിർണായകം ഈ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും. ആ 3 പേരെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ഓരോരുത്തരെ മാറ്റിയിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അങ്ങനെ മൊഴിയിലെ വൈരുദ്ധ്യം കണ്ടെത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയായിരിക്കും പ്രാഥമികമായി പോലീസ് ഇപ്പോൾ ഏതായാലും നീക്കം ഇടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഏതായാലും റിമാൻഡിലേക്ക് തന്നെ 3 പ്രതികളും പോകും. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും മറ്റ് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ ഈ CWCയിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഉള്ളൊരു അന്വേഷണം ഉണ്ടാകും. ഒപ്പം അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ എല്ലാം മൊഴിയെടുത്തുകൊണ്ടുള്ളൊരു അന്വേഷണവും ഈ കേസിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അസാധാരണമായ ഒരു സംഭവമാണ്, കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് CWCയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. ഏതായാലും അത് മറ്റ് കുട്ടികൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇപ്പോൾ അതിനെല്ലാം തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.